പെബിൾസ് മലയാളം. യേശു ജലത്തിനു മുകളിലൂടെ നടന്നു. ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും 5000 പേർക്ക് ഭക്ഷണം നൽകി. അവർ കഴിച്ച ശേഷം യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ബോട്ടിൽ കയറി തടാകം കടക്കുക, മറ്റൊരു പട്ടണത്തിലേക്ക് പോയി അവിടെയുള്ള ആളുകൾക്കും ഭക്ഷണം നൽകുക. കുറച്ചു സമയത്തിനുള്ളിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിച്ചേരും. ഇങ്ങനെ പറഞ്ഞ് യേശു പ്രാർത്ഥനയ്ക്കായി ഒരു കുന്നിൻ മുകളിലേക്ക് പോയി. അവർ ബാക്കി വന്ന ഭക്ഷണ വസ്തുക്കൾ ശേഖരിച്ച് ഒരു ബോട്ടിൽ യാത്ര ആരംഭിച്ചു. കുറച്ചു നേരം എല്ലാം നല്ലതായി പോയിരുന്നു. ശാന്തമായ ജലാശയത്തിൽ അവർ ബോട്ട് ഓടിക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് ആകാശത്ത് ഇടിമിന്നലിന്റെ ഒരു മുഴക്കമുണ്ടായി. കനത്ത മഴ പെയ്യാൻ തുടങ്ങി. കാറ്റ് അതിശക്തമായി വീശുന്നുണ്ടായിരുന്നു. അവരുടെ ചെറിയ ബോട്ടിൽ തിരമാലകൾ വന്ന് ഇടിക്കാൻ തുടങ്ങി. ബോട്ട് വിറയ്ക്കാൻ തുടങ്ങി. എല്ലാ ശിഷ്യന്മാരും മരണത്തെ ഭയപ്പെട്ടു. അവർ ഭയത്തോടെ വിറയ്ക്കാൻ തുടങ്ങി. ബോട്ട് യാത്ര അസാധ്യമായി വന്നു. ബോട്ടിലുള്ള ആളുകൾ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓ ശക്തനായ കർത്താവേ, നീ എവിടെയാണ്? ഞങ്ങളെ സഹായിക്കൂ. ഈ സമയത്ത് ഞങ്ങളെ ഉപേക്ഷിക്കരുതേ. ഞങ്ങളെ രക്ഷിക്കൂ. യാത്രക്കാരിൽ ഒരാൾ പറഞ്ഞു, നമ്മൾക്ക് അടുത്ത കരയിലേക്ക് പോവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നമുക്ക് അവസാന പ്രാർത്ഥന നടത്താം. ശിഷ്യന്മാർ നിലവിളിക്കുന്നത് യേശു കേട്ടു. യേശുവിന് കയ്യിൽ ബോട്ടില്ലാത്തതിനാൽ വെള്ളത്തിൽ നടക്കാൻ തീരുമാനിച്ചു. പെട്ടെന്ന് ഒരു മിന്നൽ വെള്ളത്തിൽ വീണു. ഇത് കണ്ടു പേടിച്ച ശിഷ്യന്മാർ അത് നോക്കിയപ്പോൾ ഒരു മനുഷ്യരൂപം കണ്ടു. അവരിൽ ഒരാൾ പറഞ്ഞു, ആരോ ഒരാൾ വെള്ളത്തിൽ നടക്കുന്നുണ്ട്, നോക്കൂ. അദ്ദേഹം നമ്മുടെ അടുത്തേക്കാണ് വരുന്നത് എന്ന് ഞാൻ കരുതുന്നു. അത് ആരായിരിക്കും? ഒരാൾക്ക് എങ്ങനെ വെള്ളത്തിൽ നടക്കാൻ കഴിയും? ഇതൊരു പ്രേതമാണ്. നമ്മെ കൊല്ലാൻ പ്രേതം കൊടുങ്കാറ്റ് സൃഷ്ടിച്ചതായിരിക്കണം എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ബോട്ടിലുള്ള എല്ലാവരും അങ്ങേയറ്റം പരിഭ്രാന്തരായി. ശാന്തരാകൂ, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കാൻ വന്നതാണ്. ഞാൻ ഇവിടെയുണ്ട്, യേശു പറഞ്ഞു. ശിഷ്യന്മാരിൽ ഒരാളായ പത്രോസ് പറഞ്ഞു, കർത്താവേ, അങ്ങായിരുന്നോ? അങ്ങയുടെ അടുത്തേക്ക് ഞാൻ വന്നോട്ടെ? പത്രോസ് ബോട്ടിൽ നിന്നും ഇറങ്ങി യേശുവിന്റെ അടുക്കലേക്ക് വെള്ളത്തിലൂടെ നടക്കാൻ തുടങ്ങി. എന്നാൽ ഒരു നിമിഷം പത്രോസ് ഭയന്ന് യേശുവിൽ നിന്ന് കൊടുങ്കാറ്റിലേക്ക് ശ്രദ്ധ മാറി. പെട്ടെന്ന് അവൻ വെള്ളത്തിൽ മുങ്ങി തുടങ്ങി. സഹായത്തിനായി യേശുവിനെ വിളിച്ചു. കർത്താവേ, രക്ഷിക്കണമേ. യേശു അവനെ സഹായിച്ചു. നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങൾ എന്തിനാണ് സംശയിച്ചത്? ക്ഷമിക്കണം കർത്താവേ, എന്നോട് ക്ഷമിക്കൂ. യേശു പത്രോസിനെ തിരികെ ബോട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഒരിക്കലും ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. പെട്ടെന്ന് കൊടുങ്കാറ്റ് നിലച്ചു. ജലം ശാന്തമായി. അങ്ങനെ അവർ യാത്ര തുടർന്നു. Jesus walks on water. Once Jesus and his disciples fed 5,000 people. After they finished eating, Jesus told his disciples, "Get into the boat and cross the lake. Go to another town and feed those people as well. I'll join you all in a while." Saying this, Jesus went to the hill to pray. His people gathered the remaining food items, kept it in a boat, and started their journey. For a while, everything seemed good. They were rowing the boat on the quiet water. But suddenly,
There was a rumble of thunder and lightning in the sky. It started raining heavily. The wind was blowing fiercely. The quiet water turned into rough water with big waves hitting the small boat. The boat started shaking. All the disciples were scared to death. They started trembling with fear. It was impossible to row the boat. People on the boat started praying to the Lord. "Oh, mighty Lord, where are you? Please help us. Do not abandon us in this critical moment. Save us! Save us!" One of the passengers said, "I don't think we will be able to make it to the other shore. Let us say our last prayers." Jesus heard his disciples cry. He did not have a boat, so he decided to walk on the water. Suddenly, a lightning fell into the water. The afraid disciples looked at it and they saw a human figure. One of them said, "Look, someone is walking on the water, and I think he's coming towards us." But who could that be? How can someone walk on the water? I think it's a ghost. A human being cannot walk on the water. I think that the ghost must have created this storm to kill us. Now everyone on the boat was extremely terrified. "Be calm, my people. It's me," said Jesus. "Don't be afraid. I'm here to help you." One of the disciples named Peter said, "Oh Lord, is that you? If yes, let me come to you first." Peter got off the boat and started walking on the water towards Jesus. But for a moment, Peter shifted his attention from Jesus to the storm as he was scared. Suddenly, he started drowning into the water. He called Jesus for help. "Oh Lord, save me! Save me!" Jesus helped him out and said, "You must not lose faith. Why did you doubt?" "I'm sorry, my Lord. Please forgive me." Jesus brought Peter back to the boat and said, "Do not ever lose faith in God." Suddenly, the storm stopped, and the water was quiet again. മോസസിന്റെ ജനനം. ഈജിപ്ത് എന്ന രാജ്യത്തിന് ആവശ്യത്തിന് പണവും സമൃദ്ധിയും ഉണ്ടായിരുന്നു. ഇസ്രായേലുകാർ ഈജിപ്തിൽ എത്തി സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിയവേ ഇസ്രായേലുകാരുടെ എണ്ണം വർദ്ധിച്ചു വന്നു. അവിടെ ഒരു പുതിയ രാജാവിന്റെ ഭരണത്തിന് കീഴിലായി. അവൻ വളരെ ക്രൂരനും മോശക്കാരനുമായിരുന്നു. അവൻ ഇസ്രായേലുകാരെ ഇഷ്ടപ്പെട്ടില്ല. അവൻ അവരെ അടിമകളാക്കി. രാജാവിനെ പോലെ ഈജിപ്തിലെ പട്ടാളക്കാരും ഇസ്രായേലുകാരോട് മോശമായി പെരുമാറി. രാജാവ് ഇസ്രായേലുകാരെ ശരിക്കും ഭീഷണിപ്പെടുത്തി. രാജാവ് പറഞ്ഞു, "അവർ കുറേ പേരുണ്ട്. അവർ ശക്തരാകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു." അദ്ദേഹം പട്ടാളക്കാരോട് ഉത്തരവിട്ടു. ഇസ്രായേലിയൻ സ്ത്രീകളിൽ പിറന്ന എല്ലാ ആൺകുട്ടികളെയും വധിക്കാൻ തീരുമാനിച്ചു. ഇത് മാത്രമാണ് അവരുടെ എണ്ണം നിയന്ത്രിക്കാൻ ഒരേ ഒരു മാർഗം. ഇസ്രായേലിയൻ സ്ത്രീകൾ ആൺകുട്ടികൾക്ക് ജന്മം നൽകിയാൽ പട്ടാളക്കാർ കുട്ടിയെ നദിയിലെറിഞ്ഞു കൊല്ലുമായിരുന്നു. ദുഷ്ടരായ പട്ടാളക്കാർ അവരുടെ യജമാനന്റെ വാക്കുകൾ അനുസരിച്ചു. ഒരു ദിവസം ധീരയായ ഒരു ഇസ്രായേൽ സ്ത്രീ ആൺകുഞ്ഞിന് ജന്മം നൽകി. തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ അവർ തീരുമാനിച്ചു. അവർ ആ കുട്ടിയെ മറച്ചുവെച്ചു. എന്നാൽ അത് സുരക്ഷിതമായിരുന്നില്ല എന്ന് അവർക്ക് തോന്നി.
അവർ ഒരു കുട്ടയിൽ കിടത്തി ആ കുഞ്ഞിനെ നദിയിലൊഴുക്കി. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എന്റെ കുഞ്ഞിനെ കാത്തു രക്ഷിക്കണമേ എന്ന്. അവർ തന്റെ മകളോട് പറഞ്ഞു, മറിയം, ശരിക്കും ശ്രദ്ധിക്കണമെന്ന്. രാജാവിന്റെ പുത്രി നദിയിൽ കുളിക്കുകയായിരുന്നു. അവൾ ഒഴുകി വരുന്ന കുട്ട കണ്ടു. അവൾ പരിചാരകരോട് പറഞ്ഞു, ആ കുട്ട എടുത്തു വരുവാൻ. പരിചാരക കുട്ട എടുത്ത് അവൾക്ക് കൊടുത്തു. അവൾ ആശ്ചര്യപ്പെട്ടു കൊച്ചുകുട്ടിയെ കണ്ടിട്ട്. അവൾ ആ കുട്ടിയെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരു പരിചാരക പറഞ്ഞു, അതൊരു ഇസ്രായേലിയൻ ആൺകുട്ടിയാണ്, അവനെ സംരക്ഷിക്കരുത്, രാജാവ് കോപിക്കും. എന്നാൽ അവൾ പറഞ്ഞു, ഞാൻ ഈ നിഷ്കളങ്കനായ കുട്ടിയെ നദിയിൽ കളയില്ല എന്ന്. ഞാൻ എന്റെ സ്വന്തം മകനായി അവനെ വളർത്താൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇന്നു മുതൽ അവൻ എന്റെ പുത്രനാണ്. അവന്റെ പേര് മോസസ് എന്നാണ്. മറിയം എല്ലാം ഒളിച്ചു നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവൾ മുൻപോട്ട് വന്നു പറഞ്ഞു, രാജകുമാരി, ഈ കുട്ടിക്ക് പാൽ നൽകാൻ ഒരു ഇസ്രായേലിയൻ സ്ത്രീയെ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. അതേ എന്ന് രാജകുമാരി മറുപടി പറഞ്ഞു. മറിയം അമ്മയുടെ അടുത്തേക്ക് ഓടി നടന്നതെല്ലാം പറഞ്ഞു. അമ്മയ്ക്ക് വളരെയധികം സന്തോഷമായി. ദൈവത്തിനോട് നന്ദി പറഞ്ഞു തന്റെ മകനെ സംരക്ഷിച്ചതിന്. മറിയം അമ്മയെ കൂട്ടി രാജകുമാരിയുടെ അടുത്തെത്തി. മറിയം പറഞ്ഞു, ഈ സ്ത്രീ കുട്ടിയെ ശുശ്രൂഷിച്ചു കൊള്ളുമെന്ന്. സ്വന്തം മകനെ അമ്മയ്ക്ക് പരിപാലിക്കാൻ കഴിഞ്ഞതിൽ മറിയം സന്തോഷത്തിലായിരുന്നു. The birth of Moses. The land of Egypt had enough food and prosperity. The Israelites came to Egypt and lived happily. As days passed, the Israelites grew in numbers. A new Pharaoh came to rule. He was very cruel and mean. He did not like the Israelites. He made them his slaves. Like Pharaoh, the Egyptian soldiers also treated the Israelites badly. The Pharaoh was really threatened by the Israelites. He said, "There are so many of them, I fear they may grow stronger." He ordered his soldiers, "Kill all the male babies born to Israelite women. This is the only way to control their numbers." Every time an Israelite boy was born, the soldiers threw him in the river. The cruel soldiers were following their master's order. One day, a brave Israelite woman gave birth to a baby boy. She decided to save her baby. As soon as the baby boy was born, she hid him. But it was not safe to hide the baby for long. So she put him in a basket and set him afloat on the river. "Oh God, have some mercy. Please look after my son." She asked her elder daughter Miriam to keep an eye. The Pharaoh's daughter was taking bath in the river. She saw the floating basket. She ordered her servants to get the basket. When the servants brought the basket to her, she was surprised to see a tiny baby boy. She decided to keep the baby. One of the servants said, "He is an Israelite boy. You cannot keep him. Your father will be very angry." "No, I cannot throw an innocent baby in the water. I am going to raise him as my own son. From today, he is my son, and his name is Moses." Miriam, who was hiding and watching everything, came forward and said, "Princess, should I bring an Israelite woman to nurse the baby?" "Yes," replied the kind princess.
Mariam ran back to her mother and narrated the entire story. The mother was very happy. She thanked God for saving her son. Mariam took her mother to the princess. She told the princess that this woman will nurse the baby. Mariam was very happy as her mother could look after her own son. Both of them were very happy with the name Moses. Pebbles Malayalam.